കൊലയാളി ഭരണകൂടവുമായുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് അമേരിക്കയുടെ നിലപാടിൽ യാതൊരുവിധ അവ്യക്തതയില്ലെന്ന് യുഎസിന്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. കൊലയാളി ഭരണകൂടവുമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ അമേരിക്കൻ അധികാരത്തിന്റെ പൂർണ്ണമായ പ്രഹരശേഷി നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന രാജ്യങ്ങൾ ഇറാന്റെ ഒറ്റപ്പെടലിൽ പങ്കുചേരേണ്ടി വരും. അവർക്കെതിരെയും അമേരിക്കയുടെ യുദ്ധമുണ്ടാകുമെന്നാണ് സ്കോട്ട് ബെസന്റ് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ചൈന, തുർക്കി, UAE എന്നിവരാണ് നിലവിൽ ഇറാന്റെ ഏറ്റവും വലിയ ആഗോള വ്യാപാര പങ്കാളികൾ. അവർക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് സ്കോട്ട് ബെസന്റിന്റെ വാക്കുകൾ എന്നുകൂടി ചേർത്ത് വെക്കണം. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുക എന്നതാണ് യുഎസിന്റെ പുതിയ ലക്ഷ്യം എന്നത് വ്യക്തമാവുകയാണ്. ഇതിലൂടെ ഇറാന്റെ പ്രതികരണമൊക്കെ വളരെ കൃത്യമായി തന്നെയാണ്. തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അതുമാത്രമല്ല, യുഎസിന്റെ അലൈസ്, അതായത് ഗൾഫ് കൺട്രീസിനെ അടക്കം ലക്ഷ്യം വെക്കുമെന്നുള്ള വീണ്ടുമുള്ള മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഇന്നലെ മുതലാണ് ഈ ഉപരോധമടക്കം നിലവിൽ വന്നത്. ഇതിപ്പോൾ മറ്റു രാജ്യങ്ങളെ കൂടി, ചൈനയൊക്കെ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട പങ്കാളിയാണ്, ഓയിൽ വാങ്ങുന്ന പ്രധാനപ്പെട്ട രാജ്യമാണ്, UAE-യുമായി വ്യാപാര ബന്ധമുണ്ട്. ഇവരെ കൂടി ബാധിക്കുമെന്നാണോ ഇപ്പോൾ കുറെ കൂടി വ്യക്തമാക്കുന്നത് അമേരിക്ക? രഞ്ജിത്ത്, ഇറാനുമായി പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധത്തിന് അമേരിക്ക തുടക്കമിട്ടിരിക്കുന്നു. ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഉപരോധ നടപടികളിലാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വിശദീകരിച്ചത്. ഇറാനുമായി ഏതെങ്കിലും തരത്തിൽ വ്യാപാര, വാണിജ്യ, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾ അത് നിർത്തലാക്കണം എന്നാണ് മുന്നറിയിപ്പ്. അത് നിർത്തലാക്കിയില്ലെങ്കിൽ അവർ വലിയ വില നൽകേണ്ടി വരും എന്നും US ട്രഷറി സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നു. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾ ഇനി അത് തുടർന്നാൽ അതിന് വലിയ വില നൽകേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ്. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ ഡോളർ അധിഷ്ഠിത സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കും എന്ന ഒരു സൂചന കൂടി US ട്രഷറി സെക്രട്ടറി നൽകുന്നു. അതായത് ഇറാനെ നിലവിൽ ഇറാന്റെ ജീവനാഡി എന്ന് അമേരിക്ക തന്നെ വിശേഷിപ്പിച്ച, അവർക്ക് സഹായം നൽകുന്ന രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പായാണ് ആദ്യഘട്ടം എന്ന നിലയിൽ വന്നിരിക്കുന്നത്. ഇറാനുമായുള്ള വ്യാപാര പങ്കാളികളിൽ ആരെയൊക്കെയാണ് ലക്ഷ്യമിടുന്നതെന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധങ്ങൾ എപ്പോൾ പ്രാബല്യത്തിൽ വരും എന്നോ അമേരിക്ക വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് മൂന്നാം കക്ഷി രാജ്യങ്ങൾക്കും ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും കപ്പൽ കമ്പനികൾക്കുമൊക്കെ സമയം അനുവദിക്കും എന്നാണ് US ട്രഷറി സെക്രട്ടറി വ്യക്തമാക്കുന്നത്. 60 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കപ്പലുകൾക്കുമെതിരെ ട്രഷറി വകുപ്പ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇറാനുമായുള്ള എണ്ണ വ്യാപാരത്തിന് സഹായം നൽകുന്നതായി സംശയിക്കുന്ന ചൈനീസ് ധനകാര്യ സ്ഥാപനങ്ങളൊന്നും അതിൽ ഇല്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇറാന്റെ ആഗോള സാമ്പത്തിക ബന്ധങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. സ്വാഭാവികമായും ആ പ്രഖ്യാപനങ്ങളിൽ ടെഹ്റാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുക, അവരെ നയതന്ത്ര ചർച്ചകളിലേക്ക് മടക്കിക്കൊണ്ടുവരിക, ഇതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്നാൽ അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് പുതിയ ഉപരോധങ്ങൾ 5 സുപ്രധാന മേഖലകളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാകും എന്നും പുറത്തുവരുന്നു. അതായത് ഡിജിറ്റൽ ടെക്നോളജി, മാത്രമല്ല സ്വർണം, ഓയിൽ കയറ്റുമതി, ഇതടക്കമുള്ള മേഖലകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാവും ഉണ്ടാവുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് എണ്ണയിൽ നിന്നുള്ള വരുമാന മാർഗം അത് പൂർണ്ണമായും തടയുക, അതാണ് ലക്ഷ്യമിടുന്നത്. സ്ഥാപനങ്ങൾ, കപ്പലുകൾ, വ്യക്തികൾ എന്നിവർക്കെതിരെയും അടുത്ത ഘട്ടത്തിൽ ഉപരോധം കടുപ്പിക്കും എന്ന സൂചനകളാണ് അമേരിക്ക നൽകുന്നത്. എന്തായാലും അമേരിക്കയുടെ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങളെ ഇറാന്റെ തന്നെ വ്യാപാര പങ്കാളികൾ ചെറുക്കും എന്നാണ് അവർ കണക്കാക്കുന്നത്. അതായത് അമേരിക്കയുടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഉപരോധങ്ങളോട് വലിയ തോതിലുള്ള സഹകരണം ഉണ്ടാകില്ല എന്ന് ഇറാൻ കണക്ക് കൂട്ടുന്നു. US ഉപരോധങ്ങളെ നേരിടാൻ ടെഹ്റാൻ പൂർണ്ണ സജ്ജമാണ് എന്ന് ഇറാന്റെ ധനകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നതും അതുകൊണ്ടാണ്. മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം നിയന്ത്രിക്കാൻ പാകത്തിലുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ അമേരിക്കയ്ക്കില്ല എന്ന ഒരു പരിഹാസമാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ നടത്തുന്നത്. എന്തായാലും പുതിയ നിയന്ത്രണങ്ങളുടെ ആഘാതം നിസ്സാരമായിരിക്കില്ല. അത് ഇറാനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കും. ആ സമ്മർദ്ദത്തിലൂടെ ഇറാനെ വീണ്ടും നയതന്ത്ര ചർച്ചകളിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. എന്തായാലും അമേരിക്ക പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുന്നു. ഉപരോധങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതായത് ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങണം. അല്ലാത്തവർക്ക്
ശക്തമായ മറുപടി നൽകേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം അവരെ ഡോളർ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി അമേരിക്ക നൽകുന്നു. മറുവശത്ത് ഇന്നലെ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. ഇത് നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമാണ്. ട്രംപ് ഒരാഴ്ച മുമ്പ് അസീം മുനീറുമായി വിശദമായ ചർച്ച ഫോണിലൂടെ നടത്തിയിരുന്നുവെന്നും ആ സന്ദേശവുമായാണ് അസീം മുനീർ ടെഹ്റാനിൽ എത്തിയതും എന്നുമാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ. വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്.